കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിൽ മുൻപന്തിയിലാണ് കൊച്ചി. അടിസ്ഥാന സൗകര്യ വികസനവും ബഹുരാഷ്ട്ര കമ്പനികളുടെ സാന്നിധ്യവുമെല്ലാം ഇതിന് വലിയ ഉത്തേജനം നൽകിയിട്ടുണ്ട്. കൊച്ചിയുടെ കുതിപ്പിന് ഇരട്ട ശക്തി പകരാൻ കാക്കനാട്ടെ സ്മാർട്ട് സിറ്റി ടൗൺഷിപ്പ് പദ്ധതിയിൽ ലുലു ഗ്രൂപ്പിന്റെ വമ്പൻ IT ടവറുകൾ ഒരുങ്ങുകയാണ്. ഇതോടെ കൊച്ചിയുടെ മുഖം മാറുന്ന പദ്ധതിയാണ് കാക്കനാട്ടെ സ്മാർട്ട് സിറ്റി ടൗൺഷിപ്പ് പദ്ധതി. 25,000-ലേറെ തൊഴിലവസരം വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് ലുലു ഗ്രൂപ്പ് പദ്ധതിയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. ഇതിന്റെ ആദ്യപടിയെന്നോണം ഉദ്ഘാടനത്തിന് മുൻപേ ഒരു ബഹുരാഷ്ട്ര കമ്പനിയുമായി കരാറിലെത്തിയിരിക്കുകയാണ് ലുലു IT ഇൻഫ്രാബിൽഡ്. അവസാനഘട്ട മിനുക്കുപണികൾ മാത്രം അവശേഷിക്കെ ആഗോള IT കമ്പനിയുമായി തങ്ങൾ സമ്മതപത്രം ഒപ്പുവെച്ചു കഴിഞ്ഞുവെന്നാണ് ലുലു IT ഇൻഫ്രാബിൽഡ് ഡയറക്ടറും സിഇഒയുമായ അഭിലാഷ് പറയുന്നത്. ലുലു ടിൻ ടവർ ലീസിംഗ് തുടങ്ങി ഒരാഗോള ബഹുരാഷ്ട്ര കമ്പനിയുമായി സമ്മതപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. തിങ്കളാഴ്ചയാണ് കരാറിൽ ഒപ്പുവെച്ചത് എന്നും അവരുടെ ഇന്റീരിയർ ഫിറ്റ് ഔട്ട് ഒക്കെ കഴിഞ്ഞു വരുന്ന അടുത്ത വർഷം മാർച്ചിലോ ഏപ്രിലോ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ലുലു ടിൻ ടവറിലെ 45,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ IT കമ്പനി പ്രവർത്തിക്കുക. ഒരു ഷിഫ്റ്റിൽ 500 പേരായിരിക്കും ജോലി ചെയ്യുക. 24/7 ഉള്ള 3 ഷിഫ്റ്റുകൾ ഏകദേശം 1,200 പേർക്ക് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ലുലു ടിൻ ടവറിനുള്ളിൽ ലീസ് ചെയ്യാനുള്ള ഏരിയ വെച്ച് നോക്കുമ്പോൾ ഇതൊരു എളിയ തുടക്കം മാത്രമാണ് എന്നാണ് അഭിലാഷ് വലിയ വളപ്പിൽ പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇൻഫോ പാർക്കിൽ നിലവിലുള്ള 2 സൈബർ ടവറുകളിൽ 8 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ ലീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ലുലു ടിൻ ടവർ 2 വർഷത്തിനുള്ളിൽ മുഴുവനായി ലീസ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതിലൂടെ 25,000 പേർക്ക് നേരിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. IT മേഖലയിൽ പ്രമുഖരായ പല കമ്പനികളുമായി വളരെ പോസിറ്റീവായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അഭിലാഷ് പറയുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ ഇതിന്റെ എല്ലാം കരാർ നടപടികളിലേക്ക് കടക്കാനാകുമെന്നാണ് ലുലു IT ഇൻഫ്രാബിൽഡിന്റെ പ്രതീക്ഷ. 153 മീറ്റർ ഉയരത്തിലൊരുങ്ങുന്ന ട്വിൻ ടവർ ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം ചെയ്യുക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT ടവറാണ് ലുലു ഒരുക്കിയിരിക്കുന്നത്. നവംബറിലായിരുന്നു ഉദ്ഘാടനം ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ ചില അവസാനവട്ട ജോലികൾ പൂർത്തീകരിക്കാനുണ്ട്. ഓഡിറ്റോറിയം, ഫുഡ് കോർട്ട് എന്നിവയുടെ അവസാനവട്ട ജോലികൾ കൂടി കഴിയാനുണ്ട്. ഇതെല്ലാം പൂർണ്ണമായി പൂർത്തിയാക്കിയിട്ട് തുറന്നുകൊടുത്താൽ മതിയെന്നാണ് മാനേജ്മെന്റിന്റെ തീരുമാനമെന്നും അഭിലാഷ് പറയുന്നു. എങ്കിലും ഫെബ്രുവരിയോടെ തന്നെ ഉദ്ഘാടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മാണ തുകയായ 1,500 കോടി രൂപയിൽ തന്നെ ചിലവ് നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 7 വർഷം കൊണ്ടാണ് ലുലു IT ഇൻഫ്രാബിൽഡ് ഇരട്ട ടവർ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതിൽ 1.5 വർഷത്തോളം കോവിഡ് കാരണം തടസ്സം നേരിട്ടു. ഏകദേശം 153 മീറ്റർ ഉയരമുള്ള ടവർ എന്ന് പറയുമ്പോൾ അത്തരമൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്ന കമ്പനി വേണമല്ലോ എന്നും അഭിലാഷ് പറയുന്നു. അതിനിടെ കഴിഞ്ഞ 3 വർഷത്തിനിടെ തലസ്ഥാന നിവാസികളുടെ ഷോപ്പിംഗ് സംസ്കാരത്തെ സമൂലമായ രീതിയിൽ മാറ്റിമറിക്കാൻ ലുലു മാളിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മാളിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ്. നോൺ സ്റ്റോപ്പ് സെലിബ്രേഷൻ, നോൺ സ്റ്റോപ്പ് പ്രൊമോഷൻസ് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഓഫർ മേളയിൽ പല ഉൽപ്പന്നങ്ങളും 50% വരെ വിലക്കിഴിവിൽ ലഭിക്കും. ഏതൊക്കെ ഉൽപ്പന്നങ്ങളായിരിക്കും ഓഫർ വിലയിൽ ലഭിക്കുക എന്നുള്ളത് അടുത്ത ദിവസം തന്നെ വ്യക്തമാകും. ലുലു ഹൈപ്പർ മാർക്കറ്റിന് പുറമെ ലുലു ഫാഷൻ സ്റ്റോർ, ലുലു കണക്ട് എന്നീ വിഭാഗങ്ങളിലെല്ലാം ഓഫർ വിലയിലായിരിക്കും വിൽപ്പന. വാർഷികത്തോടനുബന്ധിച്ച് പർച്ചേസ് നടത്തുന്നവർക്കായി വലിയ സമ്മാന പദ്ധതികളും ലുലു ഒരുക്കിയിട്ടുണ്ട്. സ്വർണ്ണ നാണയം, ഗിഫ്റ്റ് കാർഡ് എന്നിവയ്ക്ക് പുറമെ 1 വർഷം ലുലുവിൽ ഫ്രീ ഷോപ്പിംഗ് നടത്താനുള്ള ഭാഗ്യവും സമ്മാന ജേതാക്കളെ തേടിയെത്തും. ഡിസംബർ 13, 14, 15 തീയതികളിൽ നീണ്ടുനിൽക്കുന്ന ഷോപ്പിംഗ് മഹോത്സവത്തോടനുബന്ധിച്ച് പുലർച്ചെ 2 മണിവരെ മാൾ പ്രവർത്തിക്കും. അടുത്തിടെ ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൌൺസിലിന്റെ പുരസ്കാരവും ലുലുവിന് ലഭിച്ചിരുന്നു. ബംഗളൂരുവിൽ നടന്ന ഗ്രീൻ ബിൽഡിംഗ് കോൺഗ്രസ് 2024 ഗ്രീൻ ന്യൂ ബിൽഡിംഗ് ഗോൾഡ് റേറ്റിംഗ് പുരസ്കാരം തിരുവനന്തപുരത്തെ മാൾ കരസ്ഥമാക്കിയത്. ഹരിതചട്ടങ്ങൾ പാലിച്ചാണ് ലുലു മാളിന്റെ നിർമ്മിതി പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നായിരുന്നു IGBCയുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.